അഞ്ജലിന ഫാഷൻസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഏറ്റവും ബിഗിനേഴ്സിനായിട്ട് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ സ്ട്രൈറ്റ് സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു കർവ് ഷേപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സെമി സർക്കിൾ, അതായത് ഇങ്ങനെ ഒരു നമ്മുടെ നെക്കിലൊക്കെ ചെയ്യുന്ന ആ ഒരു ഷേപ്പ് പഠിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഫുൾ സർക്കിൾ, നമ്മളിപ്പോൾ ബാക്കും കൂടി കവർ ചെയ്ത് വരുവാണെങ്കിൽ ഒരു ഫുൾ സർക്കിൾ, പിന്നെ ആം ഹോൾ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് സാധാരണ നമുക്കിപ്പോൾ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പെറ്റിക്കോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ സെമി സർക്കിൾ കവർ ചെയ്യാം. അതുപോലെ ബാക്ക് നെക്ക് കൂടി ചേർത്തിട്ട് ഫുൾ സർക്കിൾ കവർ ചെയ്യാം, ആം ഹോൾ കവർ ചെയ്യാം. പിന്നെ സ്കേർട്ടിന്റെ പോർഷൻ വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗ്യാതറിംഗ് ഒക്കെ എടുക്കാനും പഠിക്കാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കുറച്ച് ഐറ്റംസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്പൈൻ ചെയ്ത ഐറ്റമാണ് ഈ ഒരു പെറ്റിക്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ആ ഒരു പെറ്റിക്കോട്ടിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളിങ്ങനെ ഒരു ഫാബ്രിക് എടുത്തിട്ട് ആം ഹോളിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഏറ്റവും ഇടതു ഭാഗത്തു നിന്നായിരുന്നു സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ് നമ്മളടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മെറ്റീരിയൽ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വണ്ണം അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ എടുക്കാം. ഇതാണ് നമ്മൾ വണ്ണത്തിൻ്റെ പകുതി, അതായത് 20 ഇഞ്ച് വിടുത്തൊക്കെ ഉള്ള ഒരു കുട്ടി, അതായത് ബോഡിയുടെ റൗണ്ട് 20 ഇഞ്ച് ഉണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് പ്ലസ് ഒരു 1 ഇഞ്ച് മാർജിനോട് ചേർത്ത് 11 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്താൽ മതിയാവും. അളവുകളൊന്നും നമ്മളിവിടെ ഇങ്ങനെ വിശദമായിട്ട് നോക്കുന്നൊന്നുമില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് ഒന്ന് പ്രാക്ടീസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. എന്നാലും യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അതുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ ഈ രണ്ട് മെറ്റീരിയലിൻ്റെയും സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോഡിയുടെ വിഡ്ത്ത് നമ്മൾ ഇങ്ങനെയാണ് നോക്കുക. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ബോഡിയുടെ ലെങ്ത്തും ആണ് എടുക്കാറ്. ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ മുതൽ ആ ഫ്ലീറ്റ് തുടങ്ങുന്ന വരെയുള്ള നീളമാണ്. അതിനോടൊപ്പം ഒരു 1/2 ഇഞ്ച് മാർജിനും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കും ആം ഹോളും ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആം ഹോളാണ്. സെൻറ്ററിൽ നമ്മൾ ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഈ വരയ്ക്കുന്നത് നെക്കാണ്. ഇത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു എൽ ഷേപ്പ് വരച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് വരച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തൽക്കാലം ആ ഒരു വരയ്ക്കലിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു കർവ് പ്രാക്ടീസ് ചെയ്യൽ മാത്രം തന്നെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ ഞാൻ വേറെ ക്ലാസ് ആയിട്ട് ഇടാം. തൽക്കാലം നമ്മളിങ്ങനെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആം ഹോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ താഴ്ഭാഗം എത്തുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് നീട്ടിയെടുക്കാറുണ്ട്. പക്ഷെ നെക്കിലാവുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ടാണ് എടുക്കാറ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ഷോൾഡർ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആം ഹോളിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്കൊരു സെമി സർക്കിളും സെൻറ്ററിലെ നെക്ക് പോർഷൻ നോക്കുമ്പോൾ ഒരു ഫുൾ സർക്കിളും സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും. അപ്പം ഇങ്ങനെ ഈ ഒരു ഫുൾ സർക്കിളും സെമി സർക്കിളും നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രഷർ ഫോട്ടോ ഉയർത്തിയിട്ട് ഈ മെറ്റീരിയൽ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് ബോബിനിലെയും മുകളിലത്തെ നൂല് നമ്മളിങ്ങനെ ഒന്ന് പിന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പല മെഷീനും പല രീതിയിലാണ് ലോക്ക് ചെയ്യുന്നത്. ഈ മെഷീനിലാണെങ്കിൽ ഈ ഹാൻഡിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ മൂവ് ആവും, എന്നിട്ട് ലോക്കാവും. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഷോൾഡർ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് കളർ മെറ്റീരിയലിലൊക്കെ ഡാർക്ക് കളർ നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. സെയിം കളർ തന്നെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല വൃത്തി ഉണ്ടാവുക. നമ്മൾ ഷോൾഡർ ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം അകവും പുറവും ഒക്കെ ഡിസൈനൊക്കെ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഉള്ളിലാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ മാർജിൻ വരുന്ന ഭാഗമാണ് ഉൾഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സൈഡൊക്കെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ 2 ഫോൾഡാണ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ആം ഹോളാണ് ചെയ്യുന്നത്. ആം ഹോളിൽ നമ്മൾ സെമി സർക്കിളും നെക്കിൽ നമ്മൾ ഫുൾ സർക്കിളും ആണ് ചെയ്യേണ്ടത്. അപ്പം ഫുൾ സർക്കിളാകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഈ ഫോൾഡിങ്ങിൻ്റെ ഇടതുഭാഗത്തെ എഡ്ജ് നോക്കി അങ്ങോട്ട് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ 2 ആം ഹോളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസിൽ ഏറ്റവും വിഡ്ത്ത് കുറഞ്ഞിട്ട് ചെയ്യുന്ന ഐറ്റംസാണ് ഇതും. പിന്നെ അംബർല സ്കേർട്ടിൻ്റെ താഴെയുള്ള ഫോൾഡിങ്ങും ഒക്കെ വരുന്നത്. ഇത് പ്രാക്ടീസായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ബേസിക് സ്റ്റിച്ചിങ് ആയിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ വളരെ വലിപ്പം കുറച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതിങ്ങനെ പുറത്തേക്ക് ചാടി പോകാനുള്ള ചാൻസും കൂടുതലാണ്.
ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് എത്തുമ്പം ഈ സ്റ്റിച്ചിങ് മാർജിൻ നമ്മൾ 2 ഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഒരു എക്സ്ട്രാ ബഡ്ജിങ് കുറഞ്ഞു കിട്ടും. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ബഡ്ജിങ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നൂല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ബഡ്ജിങ് വരുന്ന ഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മൾ മാനുവലായിട്ട് നീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു വീലുണ്ടാവും. ആ ഒരു വീല് റൊട്ടേറ്റ് ചെയ്ത് മാനുവലായിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ ഒരു ബഡ്ജിങ് വരുന്ന ഭാഗത്ത് മാത്രം മാനുവലി ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് നീഡിൽ മൂവ്മെൻറ്റ് നടത്തിയാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലെഗ് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ ആം ഹോളിൻ്റെ 2 സൈഡും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് പോർഷനാണ് ചെയ്യേണ്ടത്. നെക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗം, അതായത് ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കർവ് വരുന്ന ഭാഗത്തിലേക്ക് പോയാൽ മതിയാവും. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫുൾ സർക്കിളുമാണ്, പിന്നെ വളരെ ചെറിയ റൗണ്ടുമാണ്. സാധാരണ നമ്മളിപ്പം വലിപ്പം കുറയുന്നതനുസരിച്ചിട്ട് ഈ സർക്കിളിൻ്റെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ കുരുങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് സാരമില്ല, നമ്മളിങ്ങനെ മാക്സിമം ക്ലിയർ ആക്കി പതുക്കെ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഒരുപാട് കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ കുറച്ച് ചെറിയ തുണികളെടുത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യണം എന്നില്ല, വെറുതെ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു പോർഷനും കൂടി കഴിഞ്ഞാൽ പിന്നെ പെറ്റിക്കോട്ടിൻ്റെ ബാക്കിയുള്ള പോർഷൻസൊക്കെ സ്ട്രൈറ്റ് സ്റ്റിച്ചാണ്. അത് വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഫുൾ റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പോർഷൻ്റെ 2 സൈഡും ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഒരു സൈഡ് മാത്രം ക്ലോസ് ചെയ്തിട്ട് സ്കേർട്ട് അറ്റാച്ച് ചെയ്തിട്ട് അടുത്ത സൈഡ് ക്ലോസ് ചെയ്യാം. ഇല്ലെങ്കിൽ 2 സൈഡും ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ താഴെയുള്ള ഫ്ലീറ്റ് ഭാഗം റെഡി ആക്കിയിട്ട് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് അറ്റാച്ച് ചെയ്തും കൊടുക്കാം. ഞാനിവിടെ ഒരു സൈഡാണ് ക്ലോസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ച് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെറ്റീരിയലിൻ്റെ ഉൾഭാഗത്താണ് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ബോഡിയുടെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 10 ഇഞ്ചാണ് വരുന്നത്. ഒരു സൈഡിലെ 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ ടോട്ടലി 20 ഇഞ്ചസാണ് നമ്മൾ ഈ ഒരു ബോഡിയുടെ വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ താഴെ നമുക്ക് ഫ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ സ്കേർട്ടിനൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വേസ്റ്റിന് എത്ര വട്ടമുണ്ടോ അതിൻ്റെ 4 ഇരട്ടിയാണ് എടുക്കാറ്, നല്ല ഫ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പെറ്റിക്കോട്ടിന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 20 ഇഞ്ചാണെങ്കിൽ ഒരു 40 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ താഴത്തേക്കുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യേണ്ടത്. പിന്നെ നീളം എത്രത്തോളം നീളം ആവശ്യമുണ്ട്. ഇപ്പം മുട്ടുവരെയുള്ള നീളമാണെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ സ്കേർട്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അത് മുതൽ മുട്ടുവരെയുള്ള നീളം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്താൽ മതി. അതിനോടൊപ്പം 1 ഇഞ്ചോളം നമ്മുടെ മാർജിന് വേണ്ടിയിട്ടും കൂടെ ആഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ സെപ്പറേറ്റ് കട്ട് ചെയ്തൊന്നും എടുക്കുന്നില്ല. എൻ്റെ അടുത്ത് ഓൾറെഡി കട്ട് ചെയ്തിരിക്കുന്ന ഒരു പീസ് റെഡി ആയിട്ടുള്ളത് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ആ ഒരു പീസ് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഈ സ്കേർട്ടിൻ്റെ പീസ് നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ പീസിനോടൊപ്പം ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സ്കേർട്ടിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള വശങ്ങൾ ഇങ്ങനെ ഒരേപോലെ ഫേസ് ടു ഫേസ് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്കേർട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹാഫ് പോർഷൻ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ഹാഫ് പോർഷൻ ബാക്കിലേക്ക് വേണ്ടിയിട്ടുമാണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റർ നോക്കിയിട്ട് ഞാൻ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബോഡിയുടെ കറക്റ്റ് പോർഷൻ നമുക്ക് ഇങ്ങനെ വെക്കാം. അതിന് മുകളിലായിട്ട് സ്കേർട്ടിൻ്റെയും കറക്റ്റായിട്ടുള്ള ഈ ഒരു വശം ഞാനിങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക്കിൻ്റെ താഴ്ഭാഗം ഓൾറെഡി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള വശങ്ങൾ ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴും തുടങ്ങുന്നത് പോലെ തന്നെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ മുകളിലത്തെ പീസിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ചിലർക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ബോഡി പോർഷൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റുകൾ ആദ്യമേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. സെപ്പറേറ്റ് ആണ് നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മുടെ ബോഡിയുടെ വിഡ്ത്ത്, അതായത് നമ്മുടെ 20 ഇഞ്ചാണ് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, അത്ര തന്നെ നമ്മൾ ഫ്ലീറ്റ്സ് എടുത്തു വരുമ്പോഴത്തേക്ക് 20 ഇഞ്ചസ് റെഡി ആക്കിയിട്ട് അതാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഫ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വിടുന്നത്.
നമ്മളെ ബോഡിയുടെ പകുതി പോർഷൻ, അതായത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് സ്കേർട്ടിന് നമ്മൾ ഓൾറെഡി പകുതി പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്കിൻ്റെ അവിടെ എത്തുമ്പോഴും ഈക്വൽ ആവുന്ന വിധത്തിലാണ് ഈ ഫ്ലീറ്റ്സ് എടുത്തെടുത്ത് വരേണ്ടത്. ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഫ്ലീറ്റ്സിൻ്റെ വിഡ്ത്ത് കുറച്ച് വന്നാൽ മതിയാവും. ഇവിടെ ഇപ്പം ഞാൻ ഫുൾ റൗണ്ടും ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം എത്തുമ്പം 1/2 ഇഞ്ചോളം നമുക്ക് മാർജിനിൽ സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളതാണ്. ആ ഭാഗത്ത് ഫ്ലീറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലീറ്റൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ആണ് പെൻഡിങ് ഉള്ളത്. ഈ ഒരു സൈഡ് നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് ബോഡിയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് സ്കേർട്ടിൻ്റെ അവസാനം വരെയും ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇവിടെയും സ്റ്റിച്ച് തുടങ്ങുന്നിടത്തും ലാസ്റ്റ് അവസാനിക്കുന്നിടത്തും നമ്മൾ അങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് എനിക്ക് ഓൾറെഡി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ താഴ്ഭാഗം കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രൈറ്റ് സ്റ്റിച്ചിൽ ഒരു ഫോൾഡിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പം മെറ്റീരിയൽ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഏറ്റവും ഇടത് ഭാഗത്ത് നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ നമ്മുടെ പെറ്റിക്കോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഐറ്റം നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പം നമ്മൾ ഹാഫ് സർക്കിളും ഫുൾ സർക്കിൾ അതുപോലെ ഫ്ലീറ്റ് എടുക്കുന്നതിനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്ട്രൈറ്റ് സ്റ്റിച്ചും ഒക്കെ കൂടി നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുന്നിടത്തോളം മാക്സിമം ഇത് തന്നെ 1-2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ബേസിക് ഐറ്റം ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐറ്റംസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.